ഓൾ SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2025 CGL ടയർ 1 ചോദിച്ച സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന പോർഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ഒട്ടും ഡിലേ ആകാതെ ഡിസ്കസ് ചെയ്യാം. A and B are jogging around a park circular track which has a perimeter of 1.2 km. They start from the same point. അല്ലേ? അപ്പൊ എയും ബിയും ജോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം പോയിന്റിൽ നിന്നാണ് 6 AM. റൺ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എയുടെ സ്പീഡ് എന്ന് പറയുന്നത് 5 km/h, ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 7 km/h ആണ്. അങ്ങനെയെങ്കിൽ അവർ ഫിഫ്ത്ത് ടൈമിൽ മീറ്റ് ചെയ്യുന്നത് ഏത് സമയത്താണ്? അത് ശ്രദ്ധിക്കണം, ഫസ്റ്റ് ടൈം നല്ല ഫിഫ്ത്ത് ടൈം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫിഫ്ത്ത് ടൈമിൽ മീറ്റ് ചെയ്യുന്നത് ഏത് ടൈം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് ഈസ് ഈക്വൽ ടു രണ്ട് സ്പീഡിന്റെ സം ആയിരിക്കും. അതായത് 5 + 7 ഈസ് ഈക്വൽ ടു 12 km/h. ഇവരെടുത്ത ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.2 km. 1.2 km by 12 km/h. നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ 1/10 hour equal to 6 minutes. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എപ്പോഴാണ്? 6 AM. അപ്പൊ 6 AM. ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയം 6 AM + 6 6ലായിരിക്കും ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്കൻഡ് ആവുമ്പം 6:12, തേർഡ് 6:18, ഫോർത്ത് ടൈം 6:24, ഫിഫ്ത്ത് ടൈം 6:30 AM. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. ഒരു കാർ ഒരു സർട്ടൺ ഡിസ്റ്റൻസിന്റെ 48% കവർ ചെയ്തത് 20 km/h സ്പീഡിലാണ്. റിമൈനിങ് ഡിസ്റ്റൻസ് 30 km/h. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ഫോർ ദ എൻറ്റയർ ജേർണി? അപ്പൊ നമുക്കൊരു ഡിസ്റ്റൻസ് തന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ, അപ്പൊ ഞാൻ ആ ഡിസ്റ്റൻസിന് ഒരു 100 km എടുക്കാം. 40% എന്ന് പറഞ്ഞാൽ 40 km. പിന്നെ റിമൈനിങ് എത്രയാണ്? 60 km. അപ്പൊ 40 km സഞ്ചരിക്കുന്നത് 20 km/h-ലുമാണ്. 60 km സഞ്ചരിക്കുന്നത് 30 km/h-ലുമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. അപ്പൊ ഇതിനെടുത്തിരിക്കുന്ന സമയം ആദ്യത്തെ 40% കവർ ചെയ്തെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 40/20 എന്ന് പറഞ്ഞാൽ 2 hours. രണ്ടാമത്തെ കേസിൽ എടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 60/3 30 is equal to 2 hours. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ എടുത്തിരിക്കുന്നത് 100 km ബൈ ടൈം 2 + 2 that is equal to 4. 25 km/h ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A person travels from city A to city B. 50 km/h ട്രാവൽ ചെയ്യുന്നതെങ്കിൽ 1 hour early ആയിട്ട് എത്തും. ഇനി 30 km/h ആയിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 1 hour ലേറ്റ് ആയിട്ട് സിറ്റി ബിയിൽ എത്തും. വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ്? അതാണ് ക്വസ്റ്റ്യൻ. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഡിസ്റ്റൻസിന് ഡി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് ആദ്യത്തേത് ഡിസ്റ്റൻസ് ബൈ 50 ആണ്, രണ്ടാമത്തെ ഡിസ്റ്റൻസ് ബൈ 30 ആണ്. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 hour early പിന്നെ 1 hour ലേറ്റ്. അപ്പൊ ടോട്ടൽ അതിലെ ഡിഫറൻസ് എത്രയായിരിക്കും? ടൈം 2 അല്ലെ? അപ്പൊ 2/2 സോറി, ഇത് 2 hour എന്ന് തന്നെ കൊടുക്കാം, കാരണം ഓൾറെഡി അവറിലാണല്ലോ. പിന്നെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 20D/30 × 50 is equal to 2. ഡി എന്ന് പറയുന്നത് 150 km. ഇനി അതല്ല, വേറൊരു മെത്തേഡിലൂടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം സണ്ണിന്റെ സ്പീഡിന്റെ 15 30 ആണ്. അപ്പൊ ടൈമിന്റെ റേഷ്യോ നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഡിസ്റ്റൻസ് മാറുന്നില്ല. അല്ലെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആവുമ്പോൾ നമ്മൾ റേഷ്യോ പ്രൊപ്പോർഷണൽ പഠിച്ചിട്ടുണ്ട്. സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്.
അപ്പൊ സ്പീഡ് 50:30 ആണെന്നുണ്ടെങ്കിൽ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? 30:50 അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ 3:4. ഇനി ഈ ഡിഫറൻസ് ഈ 2 എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? 2 ആണ്, 1 അല്ല. കാരണം 1 hour early 1 hour late, ടോട്ടൽ 2 ആണ്. അപ്പൊ 2 = 2, 1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് നമുക്ക് ആദ്യമേ 50 എടുക്കുകയാണ്. 50 ടൈംസ് എന്താണ്? 3. അപ്പൊ 1 1 ആണ്, 3 3 തന്നെയാണ്. = 150 കിലോമീറ്റർ. ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം. ഷോർട്ട് കട്ടിൽ നമുക്ക് ആൻസർ കിട്ടാവുന്നതാണ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. An aeroplane travels a specific distance at a speed of 240 km/h over the course of 5 hours. Distance എന്ന് പറയുന്നത് എത്രയായിരിക്കും? 240 times 5 = 1200 km. സെയിം ഡിസ്റ്റൻസ് 1 hour കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് = 1200 km by 1 hour എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1200 km/h. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഒരു ബുള്ളറ്റ് ട്രെയിൻ ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് 30 മിനിറ്റ്സിൽ കവർ ചെയ്യുന്നത് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 240 km/h ആണ്. ട്രാക്ക് മെയിൻ്റനൻസ് മൂലം അത് ഡൈവേർട്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ഒരു 20% ഇൻക്രീസ് ആയി. അപ്പം ഓൺ ടൈമിൽ തന്നെ ആ ട്രെയിൻ ഡെസ്റ്റിനേഷനിൽ എത്തണം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സിനുള്ളിൽ. അങ്ങനെയെങ്കിൽ പുതിയ ആവറേജ് സ്പീഡ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞു 30 മിനിറ്റ്സ് ആവറേജ് സ്പീഡ് ഓഫ് 240 km/h എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് സ്പീഡ് 240, 30 മിനിറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്തു? അവറിലോട്ട് മാറ്റി. സോ 30/60 അങ്ങനെ 120 കിലോമീറ്റർ. കാരണം നമ്മുടെ ആൻസേഴ്സ് എല്ലാം കിടക്കുന്നത് km/h. അപ്പൊ മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം? അവറിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ 120 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഡിസ്റ്റൻസ് 20% ഇൻക്രീസ് ചെയ്യും. 20%, അതായത് 120യുടെ 6/5 അല്ലെങ്കിൽ 120/100 = 24/6 എന്ന് പറയുമ്പോൾ 144 കിലോമീറ്റർ. ഈ 144 കിലോമീറ്റർ കൂടുതൽ എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. അപ്പം ന്യൂ ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സെയിം മിനിറ്റ്സ് അല്ലേ? സെയിം മിനിറ്റ് 30 മിനിറ്റ്സ്, അതായത് 1/2 hour എന്ന് പറയുമ്പോൾ 288 km/h. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയും. Two cars X and Y start from point 360 km apart. അപ്പൊ X and Y സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 360 കിലോമീറ്റർ ആണ്. അപ്പൊ അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. രണ്ടുപേരും മൂവ് ടുവേഴ്സ് ഈച്ച് അതർ ആണെങ്കിൽ 4 hours മീറ്റ് ചെയ്യുന്നു. സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മീറ്റ് ഇൻ 12 hours. വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് കാർ X? നമ്മൾ എക്സ് എന്ന് പറയുന്നത് എക്സ് ഫാസ്റ്റർ വൺ എന്നാണ് പറയുന്നത്. അപ്പൊ അത് എക്സിന്റെ സ്പീഡ് ആയിരിക്കും കൂടുതൽ. അപ്പൊ എക്സിന് നമ്മൾ എക്സ് എന്ന് തന്നെ നമ്മൾ എടുക്കുകയാണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എക്സ് പ്ലസ് 1, അതായത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അതിന്റെ ഡിഫറൻസ് ആയിരിക്കും അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആണെങ്കിൽ അതിന്റെ അഡീഷൻ ആയിരിക്കും. അപ്പൊ ഇത് ആദ്യമേ നമ്മുടെ എക്സ് പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 360/4 = 90. എക്സ് മൈനസ് വൈ എന്തായിരിക്കും? 360/12 = 30. അപ്പൊ എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ നമുക്ക് കിട്ടും. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് 60 എന്ന് കിട്ടും, 60 km/h. y = 30 km/h. അപ്പൊ എക്സ് ഫാസ്റ്റ് കാർ ആണ്, അതുകൊണ്ട് നമുക്ക് 60 ആണ് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ഒരു കാർ ഒരു സർക്കുലർ ട്രാക്കിൽ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യും. പോയിന്റ് ക്യൂവിൽ നിന്ന് ഒരു SUV സ്റ്റാർട്ട് ചെയ്യുന്നു. അത് പിന്നേക്കാൾ ഡയറക്ഷൻ ഓഫ് മോഷൻ കൺസിഡർ ചെയ്യുമ്പോൾ പിന്നേക്കാളും 600 meters ahead ആയിട്ടാണ് SUV. കാറിന്റെ സ്പീഡ് 15 m/s ആണ്. SUVയുടെ സ്പീഡ് 10 m/s. ട്രാക്കിന്റെ സർക്കംഫറൻസ് 1.5 കിലോമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അത് ആദ്യമേ, അതായത് ഈ കാർ SUVനെ ആദ്യം ഓവർടേക്ക് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് അത് സഞ്ചരിച്ചിട്ടുണ്ടാവും? അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ആദ്യം നോക്കുന്നത് റിലേറ്റീവ് സ്പീഡ് ആണ്. കാരണം അത് സെയിം ഓവർടേക്ക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പാസ് ചെയ്യുന്ന സെയിം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെയിം ഡയറക്ഷൻ. സെയിം ഡിസ്റ്റൻസ് അല്ല, സെയിം ഡയറക്ഷൻ. അപ്പൊ അതിന്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും. റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 15 - 10 = 5 m/s. ഓക്കെ, ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ എടുക്കുന്ന ടൈം ടു ക്യാച്ചപ്പ് ഡിസ്റ്റൻസ് എത്രയാണ്? 600 മീറ്റർ അല്ലേ? 600 മീറ്റർ ബൈ എത്രയാണ് അതിന്റെ സ്പീഡ്? = 120 seconds. The distance
traveled by car. 120 സെക്കൻഡ്സും അതുപോലെ സ്പീഡ് എത്രയായിരിക്കും? 15 ആണ് അല്ലെ? കാർ ട്രാവൽ ചെയ്തതാണ് ചോദിച്ചത്. കാറിന്റെ സ്പീഡ് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് ചെയ്യുമ്പം 50 times 15 180. സോ 1800 മീറ്റർ ആയിരിക്കും. മീറ്റർ പെർ സെക്കൻഡ് അല്ല മീറ്റർ, കാരണം ഇത് ഡിസ്റ്റൻസ് ആണ്. 1800 മീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. ഒരു ട്രെയിൻ സ്റ്റേഷൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു 6 AM. ട്രാവൽ ടു ബി, സ്റ്റേഷൻ ബിയിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് സ്പീഡ് 60 km/h. മറ്റൊരു ട്രെയിൻ സ്റ്റേഷൻ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു 8 AM. ഇപ്പൊ ഇവിടെ 6 AM സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റേഷൻ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ 8 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റേഷൻ എയിലോട്ട് ട്രാവൽ ചെയ്യുന്നു അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 90 km/h. ഇവ തമ്മിലുള്ള ഈ രണ്ട് സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 540 km. അങ്ങനെയെങ്കിൽ രണ്ട് ട്രെയിൻസ് മീറ്റ് ചെയ്യുന്നത് ഏത് ടൈമിലായിരിക്കും എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ ഇത് 6 മണിക്ക് അല്ലെ, എയിൽ നിന്ന് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ നിന്ന് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ 8 മണിക്ക് ബി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ബൈ എ എത്രയാണ്? 6 മണി മുതൽ 8 മണി വരെ 2 hours. അപ്പൊ 2 hours എത്രയായിരിക്കും ഡിസ്റ്റൻസ്? 1 hour 60 km ആണ്. അപ്പൊ 2 hours 120 km എ സഞ്ചരിച്ചിട്ടുണ്ടാവും. എയിൽ നിന്ന് വരുന്ന ട്രെയിൻ സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പൊ റിമൈനിങ് ഡിസ്റ്റൻസ് 540. അപ്പൊ ഓൾറെഡി എത്ര സഞ്ചരിച്ചു? 540 minus 120 is equal to 420 km ആണ്. അപ്പൊ റിമൈനിങ് ഡിസ്റ്റൻസ് 420. ഓക്കെ, അപ്പൊ ഇതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്തായിരിക്കും? ഇതിന്റെ സ്പീഡ്. ഇതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇത് സെയിം ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഇതിന്റെ റിലേറ്റീവ് സ്പീഡ് 60 + 9 എന്ന് പറയുമ്പോൾ 150 km/h. അപ്പൊ 420 by 150 എന്ന് വരും, ഈക്വൽ ടു അത് 2.8 hours. 2.8 അതായത് 2 hours plus 0.8 hour എന്ന് പറഞ്ഞാൽ 48 minutes. 2 hours 48. അപ്പം അവരുടെ ടൈം എന്ന് പറയുന്നത് ടൈം which two trains meet എന്ന് പറഞ്ഞാൽ 8 മണിയോടുകൂടി 2 hour 48 minute ആഡ് is equal to 10 hour 48 minute അല്ലെങ്കിൽ 10:48 AM. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. A cyclist travels from city A to city B at an average speed of 20 km/h and takes 4 hours. If they want to complete the same journey in 2.5 hours, by what amount should they increase their average speed? അപ്പൊ ആദ്യമേ ഒരു ആവറേജ് സ്പീഡ് 20 km/h ഉണ്ട്, 4 മണിക്കൂർ എടുത്തു. അപ്പൊ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 20 times 4 is equal to 80 km. അപ്പൊ ഈ കിലോമീറ്റർ സെയിം ജേർണി 2.5 hours കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പീഡ് ഈസ് ഈക്വൽ ടു 80 by 2.5 is equal to 80 by 25 times 25 to 5 60 32 km/h എന്ന് കിട്ടും. സോ ഇൻക്രീസ് ഇൻ സ്പീഡ് എന്ന് പറയുമ്പം ആദ്യം എത്രയായിരുന്നു? 20 km/h, ഇപ്പൊ 32 km/h. അപ്പൊ 32 minus 20 is equal to 12 km/h ആയിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. 3 friends X, Y and Z are cycling on a circular track with a circumference of 2 km. They all start from the same point at 9 AM. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, travel in the same direction with speed. അപ്പൊ സ്പീഡ് ഡിഫറെന്റ് ആണ്. അപ്പം ആദ്യം എക്സ് എടുത്ത ടൈം ടേക്കൺ ബൈ എക്സ്. ഡിസ്റ്റൻസ് എത്രയാണ്? 2 km ബൈ എക്സിന്റെ സ്പീഡ് 10. അപ്പൊ 2/10. 2/10 hour is equal to 12 minutes. Next time taken by y. 2/12. 1/6 hour is equal to 10 minutes. Next time taken by z. 2/15. 8 minutes. 2/15 times 60. 8 minutes. How many times with all three of them meet at the starting point if they continue cycling until 1 PM?
അപ്പൊ ഇതിന്റെ മൂന്നിന്റെ LCM of 12, 10, 8. മൂന്നിന്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 120 minutes. 120 minutes എന്ന് പറഞ്ഞാൽ 2 hours. അല്ലെ? 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 9 AM ന് സ്റ്റാർട്ട് ചെയ്തു, 2 hours. പിന്നെ വരുന്നത് 11 AM, പിന്നെ വരുന്ന 2 hours, 1 PM. എത്ര തവണയായിരിക്കും സ്റ്റാർട്ട് പോയിന്റിന് ശേഷം ഇവര് കണ്ടത്? അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ 11 AM ഉണ്ട്, 1 PM. അപ്പം 2 times ആയിരിക്കും ആൻസർ. A cyclist has to cover a distance of 80 km. 4 hours 48 minutes സൈക്ലിങ്ങിന് ശേഷം അയാൾ കണ്ടുപിടിച്ചു 4/5 of the total distance കംപ്ലീറ്റ് ചെയ്യും. അതായത് 4/5 എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് കംപ്ലീറ്റഡ് ഈസ് ഈക്വൽ ടു 4/5 of 8, 64 kilometers. 64 kilometers കംപ്ലീറ്റ് ചെയ്തു. What is a speed in kilometer? Speed is equal to distance 64 by time എന്ന് പറഞ്ഞാൽ 4 hours 48 minutes അല്ലേ? 64 by 48 by 60 ചെയ്ത് നോക്കാം. അപ്പം 8/10 വരും. അപ്പം 4 plus 8, 48. 48/10. Equal to 640 by 48. 80, 86. 40/3. 40/3 എന്ന് പറഞ്ഞാൽ 13.33 km/h. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. A delivery van travels at a constant speed of 60 km/h to cover a certain route in 1 hour 45 minutes. Traffic increases the time taken by 15 minutes. By what percentage must the van's average speed decreases to complete this? അപ്പം ഒരു ഡെലിവറി വാൻ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 60 km/h ആണ്. റൂട്ട് 1 hour 45 minutes കവർ ചെയ്യും. 1 hour 45. 1 and 5 അതായത് 7/4. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം 60 into 7/4. 105 km. അതാണ് ഡിസ്റ്റൻസ്. അപ്പൊ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിച്ചത് ടൈം ടേക്കൺ ബൈ സമയം കൂടുതൽ 15 minutes. അപ്പൊ ടൈം എത്രയായി? 1 hour 45 minutes plus 15 എന്ന് പറയുമ്പോൾ 2 hours ആയി സമയം. By what percent must the van's average decreases to? അപ്പൊ ഇവിടുത്തെ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് ഈസ് ഈക്വൽ ടു distance by time is equal to 52.5 km/h. അപ്പം 60 km/h ആയിരുന്നു 52.5 km. അപ്പൊ പെർസെൻറ്റേജ് ഡിക്രീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതുപോലെ ഡിഫറൻസ് എത്രയാണ്? 7.5 by 60 times 100 എന്ന് പറഞ്ഞാൽ 75/6 വരും. 25/2 അല്ലെങ്കിൽ 12.5%. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. Speeds of two motorcyclists are in the ratio 5:3. S1 is to S2 5:3. അപ്പൊ slower ആയിട്ടുള്ള motorcyclist has a 24 km head start and his speed is 12 km/h. അപ്പൊ S2 എന്ന് പറയുന്നത് ഇത് 12 km/h ആണ്. നമുക്ക് ഫസ്റ്റ് സ്പീഡ് എത്ര കിട്ടും? 20 km/h. കണ്ടുപിടിക്കേണ്ടത് how far will the faster motorcyclist travel to overtake? ടൈം ടേക്കൺ പറയുന്നത് ഡിസ്റ്റൻസ് 24 അല്ലെ. സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 20, 12 ആണ് സ്പീഡ്. സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അവയുടെ ഡിഫറൻസ് ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. സോ 20 - 12 8. എടുത്തിരിക്കുന്ന ടൈം 3 hours. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ്. ആരുടെ സ്പീഡാണ് വേണ്ടത്? ആരോ ഓവർടേക്ക് ചെയ്യുന്ന ഫാസ്റ്റർ മോട്ടോർ സൈക്കിൾ, അതായത് ഫസ്റ്റ് വൺ ടൈംസ് ടൈം ഈക്വൽ ടു 60 km. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. A man covered certain distance in 3 parts with average speed 30, 60 and 90. What is his average speed over the entire journey assuming equal distance? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 100,
100 എന്ന് കൊടുക്കാം. അപ്പൊ ആദ്യത്തെ 30 ആവും സ്പീഡ്, രണ്ടാമത്തെ 60 ആണ്, 90. അപ്പൊ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 300. ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ 100/30 വരും, അത് 10/3, പിന്നെ 10/6, പിന്നെ 10/9. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 300 LCM 80 എന്ന് പറയുമ്പോൾ 60 പ്ലസ് 30 പ്ലസ് 20 വരും, ഈക്വൽ ടു 300 ടൈംസ് 18/110, 540/11, ഈക്വൽ ടു 49.09 കിലോമീറ്റർ. അതല്ലെങ്കിൽ ഇതിന് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 3xyz/xy പ്ലസ് yz പ്ലസ് x. x എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പീഡ്, y എന്ന് പറയുന്നത് സെക്കൻഡ് സ്പീഡ്, z എന്ന് പറഞ്ഞാൽ തേർഡ് സ്പീഡ്. ഇത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, 49.09 കിലോമീറ്റർ. Ramesh walks at 5 km per hour for 6 km, 6 km per hour for 8 km. What is his average speed? Average speed is total distance by time. So average speed is equal to total distance എത്രയാണ്? 6 plus 8 40. So ആദ്യത്തേന്റെ ടൈം എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. രണ്ടാമത്തേൻ്റെത് 8/6 അല്ലെങ്കിൽ 4/3. ഒന്നുകൂടെ കൊടുക്കുന്നത് 6/5 plus 4. 14 times 15 by equal to 38. 105/9. 5.53 kilometer per hour. Option D ആയിരിക്കും correct. A man reduces his speed from 20 km to 18 km. 20 km ആയിരുന്നത് 18 km ആയ സ്പീഡ്. ടൈം എത്രയായിരിക്കും? ടൈം ഈസ് ഈക്വൽ ടു 9:10. കാരണം ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ്. സ്പീഡ് കുറയുന്ന അനുസരിച്ച് കൂടുതൽ സമയം എടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് എടുക്കാൻ പറ്റും. 8 minutes മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും. സോ ആദ്യം എടുത്തിരിക്കുന്ന 9 times 8 is equal to 70. So total distance is equal to 20 times 72/60. 72 എന്ന് പറയുന്നത് മിനിറ്റ്സ് ആണ്, കാരണം അത് 8 minutes എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ 72 minutes ഞാൻ അവറിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഇത് എത്ര വരും? 24 കിലോമീറ്റർ. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. ഇനി അതല്ല, അത് സെക്കൻഡ് ഇക്വേഷനിലും കൊടുക്കാം. ഇപ്പൊ 20 എടുത്തതിന് പകരം 18 times 72/60 എന്ന് കൊടുത്താലും ഇവിടെ 6 12 6 10 2 6 2 5. സോറി, ഇവിടുത്തെ ടൈം രണ്ടാമത്തെ കേസ് വരുമ്പോൾ ടൈം എത്രയാണ്? 10 അല്ലേ ടൈം? ഇത് 9 ആണ്. 10 ആവുമ്പോൾ അത് 80 minutes ആവും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 80/60 ടൈംസ് എത്ര വരും? 80. അത് എത്ര തന്നെ കിട്ടും? 24 കിലോമീറ്റർ തന്നെ കിട്ടും. അപ്പൊ ഏതിൽ കൊടുത്താലും എന്താണ് ആൻസർ? സെയിം തന്നെ, 24 കിലോമീറ്റർ. A train start from a place Mumbai at 6 AM. അപ്പൊ 6 AM സ്റ്റാർട്ട് ചെയ്തു, കൊൽഹാപൂരിൽ 2:30 PM എത്തി. സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ. അപ്പൊ 6 to 2:30 PM എന്ന് പറഞ്ഞാൽ മൊത്തം 6 hours പ്ലസ്, അപ്പൊ 6 മണിക്കൂർ ആഡ് ചെയ്താൽ 12 മണി, പിന്നെ ഒരു 1 hour, പിന്നെ ഒരു 1.5 hour. ടോട്ടൽ വരുവാണെങ്കിൽ 8.30 hours ആയി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്
60 times 8 and 30, അതായത് 8 and 1 by 2 അല്ലെ 1 by 2, 7 by 2 വരും, equal to 510 കിലോമീറ്റർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. James covers 1/4 of his journey at 20 km per hour, another 1/4 at 10 km per hour, and the rest at 70 km per hour. What is his average speed? അപ്പോൾ ഞാൻ അതിന് ടോട്ടൽ ഡിസ്റ്റൻസിന് 100 എന്ന് കൊടുക്കും. അപ്പോൾ 100ന്റെ 1/4 എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ, പിന്നെ ഒരു 25 കിലോമീറ്റർ, പിന്നെ ബാലൻസ് ഉള്ളത് 50 കിലോമീറ്റർ. ആദ്യത്തെ 25 സഞ്ചരിച്ചത് 20 കിലോമീറ്റർ പെർ അവറിൽ, പിന്നത്തെ 25 10 കിലോമീറ്റർ പെർ അവറിൽ, റെസ്റ്റ് 70 കിലോമീറ്റർ. സോ ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് 100. താഴെ വരുമ്പോൾ എത്രയാണ് വരുന്നത്? 25 by 20 plus 25 by 10 plus 50 by 7 is equal to 100 by 75 by 20 plus 50 by 7. So 100 by 25 കൊണ്ട് ചെയ്യുമ്പോൾ 3 by 4 plus 5 by 7. 100 times 28. 41. ഫൈവ് കൊണ്ട് 15 by 5 by 7. So 100 times 28 by 35. 105 plus 20. 125 വരും. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 25 by 4 വരും. 28 times 16 by 10 വരും. 687. 44. It's equal to 4 8 60 2 8 equal to 22.4 kilometer per hour. Option B ആയിരിക്കും correct. A train covers 3 equal distances at speeds 4:5:6. What is the ratio of average speed? The average speed. So 3 times 4 times 5 times 6 by 20 plus 30 plus 20. 12 times 30 by 5. അപ്പം 180 by 37. So ratio of average speed to the lowest speed. 180 by 37. Lowest speed എന്ന് പറഞ്ഞാൽ 4. 45:37. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഇത്രയാണ് പ്രധാനപ്പെട്ട സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ടയർ 1-ലെ ക്വസ്റ്റ്യൻസ്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമന്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ എന്റെ ടെലിഗ്രാം ചാനൽ കണക്റ്റും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.